ഓം ശാന്തി. പലപ്പോഴായി ജീവിതത്തെ മോട്ടിവേറ്റ് ചെയ്യാനും പവർഫുള്ളാക്കാനുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. പലരുടെ ഭാഗത്തുനിന്നും അതിനെക്കുറിച്ച് ഒരുപാട് നല്ല കമൻറ്റുകളും കോളുകളും കിട്ടി. ഞാനും സന്തോഷിക്കുന്നു. ഒപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ 3 കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുന്നതിൻ്റെ ഉറപ്പാണ് എനിക്ക്. ആ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ടെക്നിക്സിൻ്റെ പേരാണ് 60 minutes, 45 minutes and 30 minutes ടെക്നിക്. എന്താണ് 60 minutes? രാവിലെ ഉണർന്നാൽ ആദ്യത്തെ 1 മണിക്കൂർ സമയം അത് നമുക്കുള്ളതാണ്. ഞാൻ പല വിജയികളായിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ബിസിനസ്മാൻമാരുണ്ട്, എത്രയോ ആളുകളുടെ അടുത്ത് ഇടപഴകാനും സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ അറിയാനും കേൾക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരായിട്ടും ഒരു കാര്യം മാത്രം എനിക്ക് വളരെ കോമൺ ആയിട്ട് കിട്ടിയ കാര്യം, രാവിലെ സമയം 1 മണിക്കൂർ സമയം അവനവന് വേണ്ടി ചിലവഴിക്കുന്നവരാണ് യഥാർത്ഥമായ രീതിയിൽ അവനവൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നത്. പറയാറില്ലേ, വെൽ ബിഗൺ ഹാഫ് ഡൺ എന്ന് പറയാറുണ്ട്. ആരാണോ ആദ്യം ആരംഭം നന്നാക്കുന്നത് അവർക്ക് ബാക്കി പകുതി നന്നായി എന്ന് പറയും. രാവിലെ ഉണരുമ്പോൾ തന്നെ വീക്കാണെങ്കിൽ, ക്ഷീണാണെങ്കിൽ അത് അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് ഉണർന്ന സമയത്തെ ഫ്രഷ് ആക്കി വെക്കാൻ വേണ്ടി ഉണർന്ന് അരമണിക്കൂർ സമയം നമ്മൾ എക്സസൈസിനും അരമണിക്കൂർ സമയം മെഡിറ്റേഷനും വേണ്ടി നിങ്ങൾ ചിലവഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ കഴിയുമെങ്കിൽ കുറച്ച് സമയം പഠിക്കാൻ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനനം ചെയ്യാൻ, മഥനം ചെയ്യാൻ, ഇതൊക്കെ ഏറെ നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് 1 മണിക്കൂർ സമയം അവനവന് വേണ്ടി ചിലവഴിക്കണം. സപ്പോസ് നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ, നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല എങ്കിൽ 1 മണിക്കൂർ നേരത്തെ ആക്കി ഉറക്കം കുറച്ചിട്ടാണെങ്കിലും ആദ്യത്തെ 1 മണിക്കൂർ നമുക്ക് വേണ്ടി ചിലവഴിച്ചേ പറ്റൂ. പിന്നെ രണ്ടാമത്തെ കാര്യം 45 minutes. അതെന്താ? ഇന്നത്തെ ലോകത്തുണ്ടല്ലോ മൊബൈൽ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്. ഒരു പ്രാവശ്യം യൂട്യൂബിലൊന്ന് കയറി ഒരു വീഡിയോ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് അതുപോലെ അടുത്തത് എത്ര നേരമാണ് യൂട്യൂബിൽ അഥവാ മൊബൈലിൽ നമ്മൾ കഴിഞ്ഞു പോയത് നമുക്കറിയേയില്ല. അങ്ങനെ വിശാലമായിരിക്കുന്ന ഇഷ്ടമുള്ള ടോപ്പിക്സിൽ ഇഷ്ടമുള്ള സ്റ്റൈലിലുള്ള പ്രോഗ്രാംസ് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് പലപ്പോഴും പലരും അവനവൻ്റെ ഒഴിവ് സമയങ്ങൾ, പണ്ടൊക്കെ ഞാൻ പറയായിരുന്നു ഒരു ടി വിയുടെ മുന്നിൽ എല്ലാവരും ഇരുന്ന് ആഹാരം കഴിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. ഇപ്പോൾ ടെക്നോളജി എത്രമാത്രം മനുഷ്യന്മാരെ തമ്മിൽ അകറ്റിയെന്ന് വെച്ചാൽ ഒന്നിച്ചിരുന്ന് ടി വി കാണലുമില്ല, അവനവൻ്റെ മൊബൈലിൽ ആ മൊബൈലിൽ ഇഷ്ടമുള്ള പ്രോഗ്രാമും ആയിക്കൊണ്ട് ഒരു വീട്ടിൽ 4 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ 4 ആൾ 4 മൊബൈൽ വെച്ചിരിക്കുന്ന അവസ്ഥ. പരസ്പരം കമ്മ്യൂണിക്കേഷൻ വളരെ വീക്കായി പോയി. അതുകൊണ്ടാണ് കുട്ടികളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അറിയുന്നില്ല, മാതാപിതാക്കളെക്കുറിച്ച് കുട്ടികൾക്ക് അറിയുന്നില്ല. പരസ്പരമുള്ള ബന്ധങ്ങളിലെ വാംത്ത് കുറഞ്ഞു പോയി, സുഖം കുറഞ്ഞു പോയി, ജീവിതത്തിൽ അറിയാത്ത രീതിയിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളായിട്ട് മാറി. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? മനുഷ്യന്മാരുള്ളിൽ ഇത്തരത്തിലായിട്ടുള്ള നെഗറ്റീവായിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഞാൻ മൊബൈൽ ഉപയോഗിക്കേണ്ടെന്നൊന്നും പറയില്ല. ഇപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും മൊബൈലിലാണ് എല്ലാവരും കാണാറ്. അതുകൊണ്ട് വേണ്ടാന്ന് പറയുന്ന കൂട്ടത്തിലല്ല ഞാൻ, പക്ഷേ ലിമിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എപ്പോഴാണോ എൻ്റെ ഔട്ട് ഗോയിങ് കോൾസ്, ഇൻകമിങ് കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതും, എപ്പോൾ ഞാൻ അവർക്കൊക്കെ റെസ്പോൺസ് കൊടുക്കണം എന്നുള്ളതും, എപ്പോൾ പ്രോഗ്രാമിൻ്റെ കമൻറ്റിന് ആൻസർ കൊടുക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ എത്ര സമയം ഞാൻ ടെക്നോളജിയുടെ കൂടെ കഴിയണം, എത്ര സമയം ഞാൻ ആളുകളുടെ കൂടെ കഴിയണം, നിശ്ചയിക്കാനുള്ള ഒരു ദൃഢത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്താ ഈ 45 minutes? ഇത് ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിരിക്കുന്ന മൊമെൻ്റാണ്. ഒരു ജീവിതത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളും നേടിയിട്ട് നമ്മുടെ കുടുംബം നമ്മളോടൊപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നേടാത്ത അവസ്ഥ പോലെ തോന്നിപ്പോകും. അതുകൊണ്ട് വീട്ടുകാർക്കൊപ്പം സംസാരിക്കാൻ, നിങ്ങൾ ജോലിക്ക് പോയിക്കോളൂ, കാര്യങ്ങൾ ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ. പക്ഷെ 45 മിനിറ്റ് സമയം നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, അല്ലെ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മാതാപിതാക്കൾ, അവർക്കൊപ്പം സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങൾ സംസാരിക്കാനും, നിങ്ങൾ ആ സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട്, ആ സമയത്ത് ഇടയിൽ കൂടെ വാട്സപ്പിൽ മെസ്സേജ് കൊടുക്കാനായിട്ട്, ഇടയിൽ കൂടെ കമൻസിന് ഉത്തരം കൊടുക്കാനായിട്ടൊന്നും നിൽക്കരുത്. ആ സമയം മാറ്റി വെച്ചുകൊണ്ട് സാധനങ്ങളൊന്നുമില്ലാതെ നമ്മൾ തമ്മിലുള്ളതായിരിക്കുന്ന ഒന്നിച്ചുള്ള വർത്തമാനം, ഒരു മീറ്റിംഗ്, ഫാമിലി മീറ്റിംഗ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ പേരിട്ട് വിളിച്ചോളൂ. പക്ഷേ 45 മിനിറ്റ് സമയം അവനവൻ്റെ അന്നത്തെ കാര്യങ്ങൾ പങ്കുവെക്കാൻ, മക്കളുടെ കാര്യങ്ങൾ അറിയാൻ, മാതാപിതാക്കളുടെ നല്ല കാര്യങ്ങൾ മക്കളെ കേൾപ്പിക്കാൻ, ഷെയർ ചെയ്യാൻ, ഇങ്ങനെ ഒത്തുചേരുമ്പോൾ ആനന്ദം അനുഭവിക്കുന്ന ഒരു 45 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു ദിവസം ആ 45 മിനിറ്റിന് ഒരുപാട് വാല്യൂ ആണ്. ഡേ ബൈ ഡേ നമ്മുടെ കാര്യങ്ങളിലെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ 45 മിനിറ്റ് നിങ്ങൾക്ക് തരുന്ന റിലാക്സേഷൻ ബാക്കി എല്ലാ സമയത്തും പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നിങ്ങൾക്ക് തന്നേക്കും. അതുകൊണ്ട് 45 മിനിറ്റ് സമയം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണം. പിന്നെ ബാക്കി അരമണിക്കൂർ സമയം 30 മിനിറ്റ്സ് രാത്രി ഉറങ്ങും മുന്നുള്ള സമയവും.
ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങൾ ചെയ്ത് ക്ഷീണിച്ച് അവശരായി എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടന്നാൽ മതി എന്ന് വിചാരിച്ച് നിങ്ങൾ ഉറങ്ങുമ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകൾ കൊണ്ടും ടെൻഷൻ കൊണ്ടും മടുപ്പ് കൊണ്ടും മൂഡ് ഓഫ് കൊണ്ടും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ വിചാരിക്കാറുണ്ട് എങ്ങനെയൊന്ന് പോയി വീണാൽ മതി, അഥവാ എന്തെങ്കിലും കണ്ടു കിടന്ന് ഉറങ്ങുക, എന്തെങ്കിലും കേട്ട് കിടന്ന് ഉറങ്ങുക, എന്തെങ്കിലും നോക്കി 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 ഉറക്കം വരുമ്പോൾ ഉറങ്ങും. ഇങ്ങനെ പല രീതികളിലും പലരും പറയാറുണ്ട്. പക്ഷേ ഉറങ്ങും മുന്നേ നമ്മുടെ ശരീരത്തിനെ ശുദ്ധാക്കി എന്തൊക്കെ ചെയ്യണം എന്നൊരു വീഡിയോ നമ്മൾ വ്യക്തമായി തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അരമണിക്കൂർ സമയം നമ്മൾ മറ്റെല്ലാത്തും നമ്മൾ വിഡ്രോ ചെയ്ത് നമ്മളെ സ്വയം അറിയാൻ, സ്വയം അവനവനെ ചെക്ക് ചെയ്യാനായിട്ട് അവനവനെ ഒരു ഓഡിയോ വീഡിയോ വിഷ്വൽ നമ്മുടെ മുന്നിൽ കൊണ്ടുവരിക. നമ്മുടെ കർമ്മങ്ങളുടെയും നമ്മുടെ വാക്കുകളുടെയും നമ്മുടെ പ്രവൃത്തികളുടെയും ഒരു വിഷ്വൽ കൊണ്ടുവന്നുകൊണ്ട് അതിൽ തെറ്റായ കാര്യം എന്തുണ്ടോ അതിനെ തിരുത്തിക്കൊണ്ട് ശരിയായ കാര്യം നമ്മൾ ചെയ്യാനും നേടിയെടുക്കാനും വേണ്ടിയുള്ളതായിരിക്കുന്ന 30 മിനിറ്റ്സ് അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ രാവിലെ 1 മണിക്കൂർ സമയം നിങ്ങൾ മെഡിറ്റേഷനും നിങ്ങളുടെ എക്സസൈസിനും പിന്നെ കുറച്ച് സമയം പഠിക്കാനും വേണ്ടി കണ്ടെത്താമെങ്കിൽ ഫാമിലിക്കൊപ്പം 45 മിനിറ്റ് സമയം നിങ്ങൾ വളരെ ഇൻട്രസ്റ്റോട് കൂടി താല്പര്യത്തോടു കൂടി വിത്ത് ഹോൾ ഹാർട്ട് വിത്ത് ഫുൾ പ്രസൻറ്റ്, അതും കൂടെ ഞാൻ പറയാം 45 മിനിറ്റ് സമയം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പോയേ പറ്റൂ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഹോൾ ഹാർട്ടഡ് ആയിരിക്കില്ല, ഹാഫ് ഹാർട്ടഡ് ആയിരിക്കും. അതുകൊണ്ട് വിത്ത് ഹോൾ ഹാർട്ടഡ് മീൻസ് നിങ്ങളുടെ മനസ്സും ബുദ്ധിയും സഹിതം നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യുമെങ്കിൽ രാത്രി ഉറങ്ങും മുന്നുള്ളതായിരിക്കുന്ന നിങ്ങളുടെ ചിട്ട ഈ 3 കാര്യം ആര് തൻ്റെ ലൈഫിലെ ഭാഗമാക്കുന്നു അവർ തീർച്ചയായിട്ടും ജീവിതത്തിൽ സ്ട്രെസ് മാനേജ് ചെയ്യാനും സാധിക്കും, സക്സസിനെ സ്വന്തമാക്കാനും സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓം ശാന്തി.